ഹലോ ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ട്യൂട്ടോറിയലാണ്, ഒരു എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. അത് മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം, സിനിമാറ്റിക് ഒരു രീതിയിൽ സിനിമാറ്റിക് മൂവിയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പം ആ ഒരു എഫക്റ്റ്, സിനിമാറ്റിക് എഫക്റ്റ് കിട്ടണമെങ്കിൽ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ട്യൂട്ടോറിയലിലൂടെ പറഞ്ഞു നൽകുന്നത്. അപ്പം നമ്മൾ ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. കൈൻമാസ്റ്റർ MOD, അതായത് കൈൻമാസ്റ്റർ മോഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ പെയ്ഡാണ്. അത് നിങ്ങൾ അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ സമയം കളയുന്നില്ല, ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഒരു ലെയർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് MD പ്രോജക്റ്റ് എടുക്കുക. MD പ്രോജക്റ്റ് എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2-3 വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് 2-3 വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യാണ്. ഞാനത് ഇമ്പോർട്ട് ചെയ്തു. നമ്മളത് ഫയൽ കുറച്ച് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. വലിയ ഫയലായതുകൊണ്ട് ഫയൽ ശകലം കുറച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാം, വലിയ ഫയലാണ്. അപ്പോൾ ട്യൂട്ടോറിയലിന് എടുത്ത് വലിയ ഫയലിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ, ഇത് വേണേൽ ഒന്നുകൂടെ കുറച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും, ഫയലിൻ്റെ ആവശ്യത്തിലേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ വോളിയം കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. ആ വോളിയം നമ്മൾ ഇതിനകത്ത് കുറയ്ക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ഇതാണ്, അതിൻ്റെ വോളിയം നമ്മൾ മ്യൂട്ട് ചെയ്തു. ശേഷം അടുത്ത പിക്ചറിലും പോയിട്ട് നമ്മൾ അതിൻ്റെ വോളിയം നമ്മൾ മ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ വോളിയം നമ്മൾ മ്യൂട്ട് ചെയ്തു. ഒരു പിക്ചറുണ്ട്. ഈ പിക്ചർ നമുക്ക് വേണ്ട, അത് ഡിലീറ്റ് ചെയ്തേക്കാം. നമുക്ക് 3 പിക്ചർ മതി ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ടല്ലേ. അപ്പം വേറൊരു കാര്യം, ഈ വോളിയം എന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ ഈ ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോളിയം, പുറത്തുള്ള നോയ്സ് കേൾക്കണ്ട, ഞാൻ ഇതിനകത്തൊരു മ്യൂസിക് ആഡ് ചെയ്യുക, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ മ്യൂട്ട് ചെയ്തത്. നിങ്ങളിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ലെയറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഫിൽട്ടർ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, വോളിയം എക്സ്പോണ്ട് എന്ന് പറഞ്ഞു, വോളിയം എൻവ്ലോപ്പ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് മേളിൽ. അത് നമ്മൾ കറക്റ്റ് ഒരു 82 വെക്കുക. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കളർ ഫിൽറ്റർ നമുക്ക് ചെയ്യാം. ആ കളർ ഫിൽറ്ററിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന കളർ നമുക്ക് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4K ഒക്കെ ക്വാളിറ്റി ഉള്ളൊരു എഫക്റ്റാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കിട്ടി. ഈ ലെയറിൽ, ഈ ക്ലിപ്പിൽ അത് അതിൻ്റെ ഇത് കഴിഞ്ഞു. അതിനുശേഷം അടുത്ത ക്ലിപ്പും ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്യുകയാണ്. കളർ ഫിൽറ്റർ നമ്മൾ കൊടുക്കുകയാണ്. കളർ ഫിൽറ്റർ ഈ ഫിൽറ്ററാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, അത് കൊടുത്തു. ശേഷം അടുത്ത ഈ ലെയറിൽ വന്ന് നമ്മൾ ഇതേ സെയിം മെത്തേഡ് തന്നെ കളർ ഫിൽറ്റർ കൊടുക്കുകയാണ്. അപ്പം ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, നോർമലായിട്ട് കിടന്നാൽ മതി. അപ്പോൾ അവിടെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ കളറ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനവിടെ. ലൈറ്റ് ഒത്തിരി കൊടുക്കണ്ട, കറക്റ്റ് ലൈറ്റാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഈ പിക്ചർ നമ്മളിവിടെ സ്ലോ മോഷനിലാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലിവിടെ സ്പീഡ് കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ സ്പീഡ് കറക്റ്റ് ഒരു 87 ഒരു 83 കൊടുത്തു. ഇനി നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടോ നോക്കാം.
ഓക്കെ, വീഡിയോ ഞാൻ മൊബൈലിലാണ് ഈ വീഡിയോ എടുത്തത്, അതുകൊണ്ട് കുറച്ച് ഷേക്ക് ആയിട്ടുണ്ട്, എന്നാൽ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തതിന്റെ സ്പീഡ് നമുക്കത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ സ്പീഡ് നമ്മൾ കൂട്ടിയിട്ടാണ്, അപ്പോൾ അത് കൂട്ടിയിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന്റെ സ്പീഡ് നമുക്കൊന്ന് കുറച്ച് ഇട്ട് നോക്കാം. ഓക്കെ, ഇനി ഇതിന്റെ എഫക്റ്റ് ഒന്ന് മാറ്റി കൊടുക്കണമുണ്ട്. അതായത് ട്രാൻസിഷൻ എഫക്റ്റ് അതൊന്ന് നമ്മൾ മാറ്റി കൊടുത്തു. ഈ ലെയറിന്റെയും അതുപോലെ തന്നെ നമ്മൾ ക്ലാസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കൈൻമാസ്റ്ററിൽ. ഇത് നമ്മൾ പ്രീമിയറിനകത്ത് എല്ലാ സോഫ്റ്റ്വെയറിലും ഈ ഓപ്ഷൻ തന്നെയുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഒരു മ്യൂസിക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളൊരു മ്യൂസിക് ക്ലിക്ക് ചെയ്ത് ആൽബം എടുത്തു. ഇവിടെ NCC മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. മ്യൂസിക് നമ്മൾ നോക്കുകയാണ്. കുഴപ്പമില്ല, ഈ മ്യൂസിക് ആഡ് ചെയ്യാം. മ്യൂസിക് ആഡ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ആൽബം എടുത്തു, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പം മ്യൂസിക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കറക്റ്റ് ലെയറിൽ കൊണ്ടുപോകണം. ഇതിപ്പം ഫുള്ള് 4 മിനിറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മളത് കറക്റ്റ് ലെയറിൽ കറക്റ്റ് ഇതിട്ട് നമ്മൾ ട്രിം ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ട്രിം റൈറ്റ് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നല്ല ഒരു എഫക്റ്റ് തോന്നുന്നുണ്ട്. ഇനി നമ്മളിത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ ലെയറിൽ പോവാം. ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മീഡിയയിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ബ്ലാക്ക് എടുക്കുക. ഈ ബ്ലാക്ക് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അത് നിങ്ങളത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വെക്കുക. വെച്ചതിന് ശേഷം ഈ റൈറ്റ് സൈഡിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. ഈ ഓഫിന്റെ അവിടെ നിന്ന് റൈറ്റിൽ നിന്ന് ഒരു 3ാമത്തെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ഇത്ര ഭാഗത്ത് കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അത് എൻഡിൽ വരെ ചെയ്യാം. അതുപോലെ തന്നെ ഒരു ലെയർ ഇത് സെയിം മെത്തേഡ് തന്നെ മീഡിയ എടുക്കുക, ബാക്ക്ഗ്രൗണ്ട് എടുക്കുക, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. അതും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സെയിം മെത്തേഡ് തന്നെ ഇതിൽ 4ാമത്തെ ഓപ്ഷൻ എടുക്കുക. അത് ഇവിടെ താഴെ കൊണ്ടുപോയി നമ്മൾ ഏതളവാണോ കൊടുത്തത് ആ അളവിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾ ഡ്രിം ചെയ്ത് കറക്റ്റ് ആക്കേണ്ട ആവശ്യമുണ്ട്. ഇത് നമ്മൾ കറക്റ്റ് ആക്കി. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇത് ഒരു സിനിമ കാണുന്ന പോലെ തന്നെ, സിനിമ മൂവി പോലെ കാണുന്നത് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്ത് ആ ഒരു ഫിലിം നല്ല ലുക്കുണ്ട്, കാണാൻ തന്നെ ഒരു ഫീലിങ്സ് ഉണ്ട്. ഇത് നമ്മൾ സ്ലോ ചെയ്ത് കൊടുത്തേ. അപ്പോൾ അതേ ഒരു മെത്തേഡിലാണ് നമുക്ക് കിട്ടിയേക്കണേ. അപ്പം സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലായി കാണും എന്ന് തോന്നുന്നു. കൈൻമാസ്റ്റർ പോലെ ഇതുപോലുള്ള ട്യൂട്ടോറിയൽ ഇനിയും ഈ ചാനലിലൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണാം. ബൈ.